ഇത് നമ്മൾ മണ്ണ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പഴയ ബുദ്ധനെ കരിങ്കല്ലിൻ്റെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കരിങ്കല്ല് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള രീതി ആർക്കും ചെയ്യാൻ പറ്റുന്നത്, അതായത് എമൽഷൻ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ തറയ്ക്കൊക്കെ അടിക്കുന്ന എമൽഷനാണ്, ഗ്രേ കളറാണ്. അതിനെ ലൈറ്റ് ആക്കണം, അതല്ലെങ്കിൽ ഡാർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റോ ബ്ലാക്കോ ചേർത്ത് നമുക്ക് കളർ വേരിയേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ 2 കോട്ട് കവറാവുന്ന രീതിയിൽ തന്നെ എമൽഷൻ അടിച്ചു കൊടുക്കുകയാണ്. ഒരു കരിങ്കല്ലിലുള്ള ബുദ്ധനെ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് ആവും. അപ്പോൾ നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് അടിച്ചു കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ഇത്. പിന്നെ വേണ്ടത് നമുക്ക് ബ്ലാക്കും വൈറ്റും പെയിൻ്റാണ്. അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും പെയിൻറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ആ ഗ്രേ അടിച്ച ബ്രഷ് കൊണ്ട് തന്നെ ഒരു ലൈറ്റ് ആക്കിയിട്ട് നമ്മൾ വൈറ്റ് കളറ് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കാരണം ചില ഭാഗങ്ങളിൽ കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റൊക്കെ ആയിട്ട് നിന്നോട്ടെ എന്ന് കരുതിയിട്ട്. ഇപ്പോൾ നമ്മളൊരു ഗ്രേ ഫിനിഷിൽ നമ്മളിപ്പോൾ ആ മണ്ണിൻ്റെ പ്രതിമയെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കരിങ്കല്ലിൻ്റെ ആ ഒരു ഫീലിലോട്ട് കൊണ്ടുവരണം. അതിന് നമ്മൾ ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് അങ്ങനെയുള്ള കളറുകൾ നമ്മൾ ഇതിലിങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പെയിൻറ്റ് ഡയറക്റ്റ് മുക്കിയിട്ട് ഇതിൽ പഞ്ച് ചെയ്യരുത്. നമ്മൾ വല്ല പേപ്പറിലോ ചട്ടയിലോ തുണിയിലൊക്കെ ഒന്ന് കുറച്ച് നേരം കുത്തിയിട്ട് അതിൻ്റെ പവർ കുറച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പഞ്ച് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റ് ഭയങ്കര കളറായിട്ട് ഇതിൽ വരും. പിന്നെ അത് ചിലപ്പോൾ ഒലിച്ചിറങ്ങാനും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും കളറുകൾ ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊണ്ടുവരിക. ഗ്രേ, ബ്ലാക്ക്, വൈറ്റ് ഇങ്ങനെ മാറി മാറി നമുക്ക് ചെയ്യാം. അവിടെ ഓരോ ഭാഗങ്ങളിൽ ഡാർക്ക് വേണ്ടിടത്ത് കുറച്ച് ബ്ലാക്ക്, അതുപോലെ മുകളിൽ കുറച്ച് വൈറ്റ്, അങ്ങനെ നമ്മൾ പല രീതിയിൽ പഞ്ച് ചെയ്യാം. പിന്നെ ചെറിയ ഏരിയകളിലൊക്കെ വേണമെങ്കിൽ ചെറിയ ബ്രഷ് കൊണ്ട് പഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫീലിൽ ഒറിജിനൽ കരിങ്കല്ല് കൊത്തിയിരിക്കുന്ന ആ ഒരു ഫീലിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് മുകളിൽ ക്ലിയർ അടിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്ലിയർ അടിച്ചിട്ടുള്ളൊരു ഫീലാണ്.